നിങ്ങളെല്ലാവരും സുഖമായിരിക്കുമല്ലോ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് ഒരു കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ? അതിന് മുന്നായിട്ട് എല്ലാവരും വീഡിയോ കാണണം. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്യണം. ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ സൂപ്പർ ടേസ്റ്റി കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആയിട്ട് ഞാനിവിടെ ഒരു കേക്ക് ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് മൈദയും കൂടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ കേക്ക് ഇളകി വരാൻ നല്ല എളുപ്പമായിരിക്കും. ഇനി ഞാൻ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ നോർമൽ പേപ്പറിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചേക്കാണ്, സൺഫ്ലവർ ഓയിൽ. അതും കൂടെ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഞാൻ ടോട്ടൽ ഇവിടെ 1/2 കപ്പ് പാൽ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു 1/4 കപ്പ് പാലാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനേഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ബട്ടർ മിൽക്കിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. 250 ml ആണ്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുക്കാം. നന്നായിട്ട് അടഞ്ഞെടുക്കണം. ഞാൻ 2 തവണ ഇടയുന്നുണ്ട്. ഇതൊരു 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തതാണ്. ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടർ മിൽക്കില്ലേ, കണ്ടോ, അതും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 തവണ ഇടഞ്ഞ പൊടിയാണ്. കുറേശ്ശെ വേണം ആഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ എടുക്കുക. കുറേശ്ശെ പൊടി ആഡ് ചെയ്ത് വേണം നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ഞാൻ 1/2 കപ്പ് പാൽ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. അതുവരെ ഇങ്ങനെ കുറച്ച് പാലൊഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടോ, ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഹാഫ് പോർഷൻ നമുക്ക് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. കാരണം കസ്റ്റർഡും ചോക്ലേറ്റും നമുക്ക് ആഡ് ചെയ്യണമല്ലോ. അതിനായിട്ട് ഞാൻ ഹാഫ് പോർഷൻ ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് കൊക്കോ പൗഡർ എടുക്കാം. കൊക്കോ പൗഡർ ഞാൻ 1.5 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലും ബാക്കി വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് ബാറ്ററിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് ഫോൾഡ് ചെയ്ത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി ആവണം. ഇനി കസ്റ്റർഡ് പൗഡറാണ്. ഇത് 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതും നേരത്തെ രീതിയിൽ തന്നെ കുറച്ച് പാലും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതും നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഒന്ന് ഫോൾഡ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നവരെ റെഡിയായി വരണം. ഇനി നമുക്കിത് കേക്ക് ട്രേയിലേക്ക് മാറ്റാം. ആദ്യം ഞാൻ കസ്റ്റർഡിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യണം. ഇപ്പോൾ സ്പ്രെഡ് ചെയ്യാതെ മുകളിൽ ഒഴിച്ചാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിനി ചോക്ലേറ്റിൻ്റെ ലെയർ ഇതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അതിന് ചെറുതായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് എടുക്കാം. ഇത് കണക്ക് നമ്മളിനി ഇതിൻ്റെ പുറത്ത് കസ്റ്റർഡിൻ്റെ ലെയർ, പിന്നെ ചോക്ലേറ്റിൻ്റെ ലെയർ, അങ്ങനെ ഒഴിച്ചൊഴിച്ച് ബാറ്റർ ഫുൾ ഇങ്ങനെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ എല്ലാം ഓക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഓവർ ടാപ്പ് ചെയ്യരുത്. എന്നിട്ട് ഒരു ടൂത്ത് പിക്കും ഉണ്ട്, ഞാനൊന്ന് വരയ്ക്കുകയാണ് ഇതിൽ ഒരു ഡിസൈൻ. അപ്പോൾ കാണാൻ നല്ല രസമായിരിക്കും. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഓക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു പഴയ പാനാണ് എടുത്തേക്കുന്നത്. 10 മിനിറ്റ് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു തിരികെയാണ് ഇട്ടേക്കുന്നത്. ഡയറക്റ്റ് നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതുപോലൊരു സാധനം ഇട്ടിട്ട് വേണം നമുക്കതിൽ ബാറ്റർ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ബാറ്റർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെക്കണം. എന്നിട്ട്
നമുക്കൊന്ന് റെഡിയായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതതിൻ്റെ ആ ഹോൾ ഞാൻ അടച്ചിട്ടുണ്ട് പേപ്പർ യൂസ് ചെയ്ത്. ഞാനൊരു വെയിറ്റും കൂടെ വെക്കുന്നുണ്ട്, കണ്ടോ. അപ്പോൾ ഇതാ ഏകദേശം 30 മിനിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പം ഞാൻ എന്താ ഒരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കുകയാണ് വെന്തിട്ടുണ്ടോ എന്ന്. കണ്ടോ, ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ ബാറ്റർ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തണുത്ത് വന്നിട്ടുണ്ട്. തണുക്കുന്ന വരെ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നന്നായിട്ട് ഇളകി വരില്ല. എന്താ ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ഇളക്കുവാണ്. അപ്പം നമുക്ക് വേഗം കേക്ക് ഇനി ഇളകി കിട്ടും ട്രെയിൽ നിന്ന്. ഞാൻ സൈഡ്സ് എല്ലാം ഒന്ന് വിടുവിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഓക്കെ ആയിട്ടുണ്ട്, കണ്ടോ. ഇതാ ഇനി ആ പേപ്പറും കൂടെ നമുക്കൊന്ന് പതുക്കെ ഇളക്കിയെടുക്കാം. ആഹാ, അടിപൊളിയായിട്ടുണ്ട്, കണ്ടോ, സൂപ്പറാണ്. ഇതാ ഇനി നമുക്കൊന്ന് മുറിക്കാം. ഭയങ്കര സോഫ്റ്റാണെന്ന് മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എന്നെ അഭിപ്രായം അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് എല്ലാവരും സേഫായിരിക്കണേ.